വിന്റർ ഗാർഡൻ റിസോർട്ട് ഭൂമിയുടെ പട്ടയം. നടപടി സർവേ നമ്പറും LA നമ്പറും വ്യാജമെന്ന് കണ്ടെത്തിയതോടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ വാർത്ത വരുന്നു. കന്യാസ്ത്രീകൾക്ക് നേരെ വീണ്ടും ആക്രമണം. ഒഡീഷയിലെ ജലേശ്വറിലാണ് കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ ആക്രമണമുണ്ടായത്. 70 അംഗ ബജ്റംഗ് ദൾ പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് വൈദികർ പറഞ്ഞു. മതപരിവർത്തനം ആരോപിച്ചാണ് ആക്രമണമുണ്ടായത്. അതിക്രമത്തിനിരയായവരിൽ 2 മലയാളി വൈദികരും ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി ഈ വാർത്തയോടൊപ്പം ചേർക്കാനുണ്ട്. കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നു. 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രതിഷേധങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നടന്നുകൊണ്ടിരിക്കെ ആണ് ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടായിരിക്കുന്നത്. ഒഡീഷയിലെ ജലേശ്വറിലാണ് ഈ ആക്രമണമുണ്ടായിരിക്കുന്നത്. കന്യാസ്ത്രീകളെ മാത്രമല്ല വൈദികർക്ക് നേരെയും ആക്രമണമുണ്ടായിരിക്കുന്നു. 70ഓളം സംഘപരിവാർ സംഘടനയായ ബജ്റംഗ് ദൾ പ്രവർത്തകരാണ് ആക്രമിച്ചത് എന്നാണ് വൈദികർ പറയുന്നത്. മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ഇവരുടെ ആക്രമണം. ഈ അതിക്രമത്തിനിരയായവരിൽ 2 മലയാളി വൈദികരും ഉൾപ്പെടുന്നു. അരുന്ധതി റോയ് അടക്കമുള്ള എഴുത്തുകാരുടെ 25 പുസ്തകങ്ങൾക്ക് കശ്മീരിൽ നിരോധനം ഏർപ്പെടുത്തി. ആസാദി ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയത്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരാണെന്നും വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നും ആരോപിച്ചാണ് നിരോധനം. കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ നിരോധന ഉത്തരവ് പുറത്തിറക്കി. പുസ്തകങ്ങൾ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും തീവ്രവാദത്തിലേക്ക് നയിക്കുന്നതും വിദ്വേഷം പ്രചരിപ്പിക്കുന്നതാണ് എന്നും ഉത്തരവിൽ പറയുന്നു.